ഒരു സിഗ്നേച്ചർ എന്ന പടം ഏതായിരിക്കും? ശരത് ദാസ് എന്ന് പറയുന്ന വ്യക്തിയെ ആൾക്കാരെ അറിയാൻ തുടങ്ങിയത് അത് സിനിമാക്കാരുടെ ഇടയിൽ പടം ഫസ്റ്റ് ഫിലിം തന്നെ. പിന്നെ എന്ന് സ്വന്തം ജാനകിക്കുട്ടി, പത്രമാണ് കൊമേഴ്ഷ്യലി ഇപ്പോഴും ആൾക്കാർ ഓർമ്മിച്ച് പറയുന്ന പത്രം, ദേവദൂതൻ, ഡാർലിംഗ് ആ സിനിമകളാണ് കൊമേഴ്ഷ്യലായിട്ട് ഇപ്പോഴും ആൾക്കാർ എന്നോട് സംസാരിക്കുന്ന സിനിമകൾ. ഈ ദേവദൂതൻ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മലയാളികളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ശരത്ദാസ് ആ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ലാലേട്ടനുമായിട്ടുള്ള ശരത് ദാസ് എന്ന് പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിക്കണ്ട, ശരത്തേട്ടൻ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ശരത്തേട്ടൻ ആ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ഒരു കഥ പങ്കുവെച്ചു, ഒന്ന് പങ്കുവെക്കാവോ? ലാലേട്ടനെ കണ്ട എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ്. വാനപ്രസ്ഥം എന്നുള്ള സിനിമ കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ ഇതിൽ ചെയ്യുന്നത്, നമ്മുടെ ദേവദൂതനിൽ. അപ്പോൾ വാനപ്രസ്ഥത്തിൽ എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, കഥകളി ഗായകനായിട്ട് തന്നെ. അപ്പോൾ ഞാൻ വന്നു, ആ ലാലേട്ടനെ ആ എന്തൊരു മഹാനുഭാവലു വേഷത്തിലാണ് കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ലാലേട്ടനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കുളിര് കോരും കാത്തിരുന്ന്. അപ്പം അങ്ങനെ അപ്പം സിബി സാറ് ചോദിക്കുകയും ചെയ്തു, ശരത്ത് ലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛൻ അത് ഏത് സിനിമയിലാണ്? വാനപ്രസ്ഥത്തിൽ ഹരിദാസേന്റെ മകനാണോ എന്ന് പറഞ്ഞൊരു ഷെയ്ക്കാൻ്റെ എനിക്ക് എക്സ്ട്രാ. അത് ആ കലാകാരന്മാരോടുള്ള ബഹുമാനവും കാര്യങ്ങളൊക്കെ പിന്നീട് ആ രീതിയിൽ തന്നെയായിരുന്നു. നല്ല ജോളി ആയിരുന്നു ആ സിനിമ കഴിയുന്നവരെ. നമ്മളെ പരിഭ്രമം ഉണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കുമ്പോഴും. അപ്പോൾ അതിലൊക്കെ സമാധാനപ്പെടുത്തി, എത്ര ടേക്ക് എടുത്താലും കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ നീണ്ട ഡയലോഗ്സുകളായിരിക്കും, ചിലപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ഡയലോഗ് തെറ്റിക്കും. അപ്പോൾ അതിലൊക്കെ വളരെ എന്താ പറയുക, കാം ആൻഡ് ഇതായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അത് മറക്കാനാവില്ല ലാലേട്ടൻ്റെ. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ശരത്തേട്ടൻ ലാലേട്ടനെ കണ്ടൊരു മാജിക് എന്തായിരിക്കും? അത് അഭിനയത്തിൻ്റെ ആ ഒരു ഈസിനെസ് ആണ്. കാരണം നമ്മൾ അത്രയും നേരം കോമഡി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത്ര പെട്ടെന്നൊരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് സൂപ്പർ, എന്താ പറയുക, അത്രയും ടാലൻ്റ് ഉള്ള വ്യക്തികൾക്കേ അത് പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഇപ്പോഴും അതെ, എനിക്ക് ആ സീൻ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് ആ മൂഡ് കൊണ്ടുവന്ന്, ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ തന്നെ അത് മാറ്റി ആ മൂഡിലേക്ക് വന്ന് കുറച്ച് സമയം എടുക്കും. പക്ഷെ ലാലേട്ടന് അത് എന്താണെന്ന് അറിയില്ല, അതൊരു ദൈവിക ആള് തന്നെയാണ്. ഈ ലൊക്കേഷനിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ കുട്ടികളെ പോലാണ് തമാശ പറഞ്ഞപ്പോഴും. തമാശ പറഞ്ഞു എല്ലാവരും, അതായത് എന്താ പറയുക, ഒരു നമുക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള ഈസ് ഓഫ് വർക്കിംഗ് ഉണ്ടല്ലോ, ഒരു വലിപ്പ ചെറുപ്പം കാണിക്കത്തില്ല. അപ്പൊ നമുക്ക് ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും. അത് അദ്ദേഹത്തിന് നല്ലോണം അറിയാം. അതുകൊണ്ട് വളരെ ഇതായിട്ടാണ് എല്ലാവരെയും അദ്ദേഹം ഡീൽ ചെയ്യാറുള്ളത്. ശരത്തേട്ടൻ അങ്ങനെ കുറെ നല്ല എക്സ്പീരിയൻസ് മുഹൂർത്തുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉന്തിയിടുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ അതില് അങ്ങനെ എല്ലാത്തിനും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതില്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അപ്പൊ ചില സമയത്ത് ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് തെറ്റും, അപ്പൊ എനിക്ക് തന്നെ പറഞ്ഞു തന്ന്, അല്ല അങ്ങനെയുള്ളൊരു നല്ലൊരു എന്താ പറയാ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ഉണ്ടിയിടുന്ന സമയത്തെ ലാലേട്ടന്റെ ആരാധകർ കണ്ടിട്ടുണ്ടെങ്കിലും പറഞ്ഞു, അത് തിയേറ്ററിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആറടാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ ദേവദൂതൻ കാണാൻ പോയപ്പോൾ അജന്ത തിയേറ്ററിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഫസ്റ്റ് ഡേ ഇരുന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ലാലേട്ടനെ ഉന്തുന്ന സമയത്ത് ഞാൻ പേടിച്ച് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോയതൊക്കെ. അപ്പോൾ നമുക്കിനി അന്ന് പിന്നെ കുഴപ്പമില്ല, പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ്. അതെ.